Dear students, in this class, we will have an introduction to volumetric analysis. ഒരു കെമിക്കൽ സബ്സ്റ്റൻസിനെ രണ്ട് രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാം. One is qualitative analysis and the other is quantitative analysis. ഒരു സാമ്പിളിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് അല്ലെങ്കിൽ എലിമെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യും, ലൈക്ക് ഐഡൻറ്റിഫൈങ് കാറ്റയോൺസ് ഓർ ഐഡൻറ്റിഫൈങ് ആനിയോൺസ്. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നാൽ അതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതെല്ലാം ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ വരുന്നതാണ്. That is, we are determining the constituents of a sample or determining the nature of the substance. ഒരു കാറ്റയോൺസിനെ ഐഡൻറ്റിഫൈ ചെയ്താൽ അതിൽ ഇത്ര ഗ്രാം കാറ്റയോൺസ് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര ml സൊല്യൂഷൻ ഉണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ കൺസേൺഡ് ആവേണ്ട കാര്യമില്ല. That is, we are not concerned about the quantity. We are only determining the quality. So such an analysis is called qualitative analysis. Next is the quantitative analysis. Determining the amount or quantity of constituents or chemicals in a sample is called quantitative analysis. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വോളിമെട്രിക് അനാലിസിസ്, അതുപോലെ ഗ്രാവിമെട്രി, കളറിമെട്രി, ഇതെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ഇവിടെ ക്വാളിറ്റി അല്ല, ക്വാണ്ടിറ്റിക്കാണ് ഇമ്പോർട്ടൻസ്. ഇത്ര ഗ്രാം അയോൺസ് ഇതിലുണ്ട് അല്ലെങ്കിൽ ഇത്ര ml സൊല്യൂഷൻ ഉണ്ട്. So that refers to the quantity. So such an analysis is called quantitative analysis. Now let's see about volumetric analysis. It is a type of quantitative analysis. It determines the amount of a desired constituent by its volume. Volume measurements ആണ് വോളിയോമെട്രിക് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത്. ലാബിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വോളിയം മെഷർമെന്റ്സ് ആണ് ടൈട്രേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഹെൻസ് വോളിയോമെട്രിക് അനാലിസിസ് ഇസ് ഓൾസോ നോൺ ആസ് ടൈട്രിമെട്രിക് അനാലിസിസ്. ടൈട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ലാബിൽ ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്, വിച്ച് ഇസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ the unknown concentration of a known reactant. ഈ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത് ബൈ മെഷറിംഗ് ദ ചേഞ്ച് ഇൻ ദി വോളിയം. ഇപ്പോൾ ടൈട്രേഷൻസിൽ നമുക്ക് എപ്പോഴും രണ്ട് സൊല്യൂഷൻസ് തരും. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നോൺ ആയിരിക്കും, വേറൊരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ അൺനോൺ ആണ്. അപ്പോൾ ഈ രണ്ട് സൊല്യൂഷനും കൂടി റിയാക്ട് ചെയ്യിപ്പിച്ച് കോൺസെൻട്രേഷൻ അറിയാത്ത സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനെയാണ് ടൈട്രേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് വോളിയോമെട്രിക് അനാലിസിസ്. ടൈട്രേഷൻസ് അല്ലെങ്കിൽ വോളിയോമെട്രിയിൽ യൂസ് ചെയ്യുന്ന ചില കോമൺ അപ്പാരറ്റസുകളെ പരിചയപ്പെടാം. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ബ്യൂററ്റ്. വളരെ ലോങ് ആയിട്ടുള്ള ഗ്രാജുവേറ്റഡ് സിലിണ്ട്രിക്കൽ ട്യൂബാണ്. ഇത് ലോവർ എൻഡിൽ ഇങ്ങനെ നാരോ ആയിട്ട് വരും വിത്ത് സ്റ്റോപ്പ് കോക്ക്. ഒരു ഗ്ലാസിൻ്റെ സ്റ്റോപ്പ് കോക്ക് ഇവിടെ ഉണ്ടാവും. ആൻഡ് ദാറ്റ് കൺട്രോൾസ് ദി വോളിയം ഓഫ് ദി ലിക്വിഡ്. പല മെഷറിംഗ് കപ്പാസിറ്റിയിലെ ബ്യൂററ്റ്സ് അവൈലബിൾ ആണ്. നമ്മുടെ ലാബിൽ യൂഷ്വലി 50 ml അല്ലെങ്കിൽ 25 ml ബ്യൂററ്റ്സ് ആണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ടൈട്രേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ നമ്മൾ ബ്യൂററ്റിലാണ് നിറയ്ക്കുക. എങ്ങനെയാണ് ബ്യൂററ്റിൽ സൊല്യൂഷൻ നിറയ്ക്കേണ്ടതെന്നും എങ്ങനെയാണ് അതിലെ റീഡിങ്സ് എടുക്കുക എന്നും നമുക്ക് ഇനിയുള്ള ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. Now next common apparatus used as a standard flask or volumetric flask. ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള ഒരു ലോങ് നെക്കുള്ള ഫ്ലാസ്ക് ആണ് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. ഒരു ഗ്ലാസിൻ്റെ സ്റ്റോപ്പറും അതിനുണ്ടാവും. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് അല്ലെങ്കിൽ വോളിയോമെട്രിക് ഫ്ലാസ്ക്. പല കപ്പാസിറ്റിയിലുള്ള ഫ്ലാസ്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. 100 ml, 250 ml, 500 ml എക്സെട്ര. ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൻ്റെ ഈ നെക്കിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ മാർക്കിംഗ് കാണാം, ഒരു റിങ് പോലെ ഒരു മാർക്കിംഗ് കാണാം. ആൻഡ് ദാറ്റ് മാർക്ക് ഡിനോട്ട്സ് ദി വോളിയം. അപ്പോൾ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ സൊല്യൂഷൻ നിറച്ച് ഈ മാർക്ക് വരേക്ക് നിറച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഡിനോട്ട്സ് 100 ml സൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കോണിക്കൽ ഫ്ലാസ്ക്.
നമുക്ക് ടൈട്രേഷന് 2 സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു സൊല്യൂഷൻ നമ്മൾ ബ്യൂററ്റിൽ നിറയ്ക്കും. രണ്ടാമത്തെ ടൈപ്പ് സൊല്യൂഷൻ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ് കോണിക്കൽ ഫ്ലാസ്ക്. നെക്സ്റ്റ് ഇസ് പിപ്പറ്റ്. ഒരു സൊല്യൂഷൻ ഒരു അപ്പാരറ്റസിൽ നിന്ന്, അതായത് ബീക്കറിൽ നിന്നോ കോണിക്കൽ ഫ്ലാസ്കിൽ നിന്നോ വേറെ ഒന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ് പിപ്പറ്റ് എന്ന് പറയുന്നത്. വളരെ ലോങ് ആയിട്ട് നാരോ ആയിട്ടുള്ളൊരു സിലിണ്ടറിക്കൽ ട്യൂബാണ്. നടുക്കിൽ ഒരു സിലിണ്ടറിക്കൽ ബൾബ് കൂടിയുണ്ട്. പല വോളിയത്തിലുള്ള പിപ്പറ്റ് അവൈലബിൾ ആണ്. 20 ml, 50 ml എക്സെട്ര. ഇതിൻ്റെ അപ്പർ പാർട്ടിലൂടെയാണ് നമ്മൾ സക്ക് ചെയ്യുന്നത്. മൗത്ത് വെച്ച് സക്ക് ചെയ്യാം, അല്ലെങ്കിൽ പിപ്പറ്റ് പമ്പ് യൂസ് ചെയ്തിട്ടും സൊല്യൂഷൻസിനെ സക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഡെഫിനിറ്റ് വോളിയം, ഒരു 20 ml പിപ്പറ്റ് ആണെങ്കിൽ വി ക്യാൻ ട്രാൻസ്ഫർ 20 ml വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഫ്രം വൺ ബീക്കർ ഓർ കോണിക്കൽ ഫ്ലാസ്ക് ടു അനദർ. അതിന് വേണ്ടിയിട്ടാണ് പിപ്പറ്റ് യൂസ് ചെയ്യുന്നത്. Now we will see some basic terms used in titrations. The first one is standard solution. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ടൈട്രേഷൻസിൽ we will have 2 types of solution. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാവുന്നതാണ്. രണ്ടാമത്തെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. So the solution of accurately known concentration is called standard solution. It contains a known amount of the solute per liter of the solution. ഒരു സബ്സ്റ്റൻസ് നമ്മൾ വെയിറ്റ് എടുത്ത് ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത് സൊല്യൂഷൻ ആക്കി കഴിഞ്ഞാൽ that is called a standard solution whose concentration is accurately known. What are primary and secondary standards? സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നു. And that is divided into 2 types, primary and secondary standards. So what is a primary standard? Substances which can be directly weighed to prepare a standard solution is called a primary standard. ഡയറക്റ്റ് ആയിട്ട് വെയിറ്റ് എടുത്ത് വാട്ടറിലോ വേറെ ഏതെങ്കിലും മീഡിയത്തിലോ ഡിസോൾവ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ml സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ചില സബ്സ്റ്റൻസസിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വെയിറ്റ് എടുത്ത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള സബ്സ്റ്റൻസസിനെയാണ് പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. Now let's see what is secondary standard. Substances from which standard solutions cannot be prepared by direct weighing are called secondary standards. പ്രൈമറി സ്റ്റാൻഡേർഡുകളെ പോലെ ഡയറക്റ്റ് ആയിട്ട് വെയിറ്റ് എടുത്ത് ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റാത്ത സബ്സ്റ്റൻസസിനെയാണ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവരെ നമുക്ക് സ്റ്റാൻഡേർഡ് സൊല്യൂഷനാക്കി മാറ്റാൻ പറ്റും by a process known as standardization. So such substances are called secondary standards. ഒരു സബ്സ്റ്റൻസിനെ പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് മീറ്റ് സം കണ്ടീഷൻസ്. അപ്പോൾ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് നമുക്ക് നോക്കാം. ഇറ്റ് ഷുഡ് ബി ഈസിലി സോല്യൂബിൾ ഇൻ ദ ഡിസയേർഡ് സോൾവെൻറ്റ്. പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് സോൾവെൻറ്റിൽ അല്ലെങ്കിൽ വാട്ടറിൽ, ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ് വാട്ടറാണ്, അതിൽ വളരെ പെട്ടെന്ന് സൊല്യൂബിൾ ആവണം. ഇറ്റ്സ് അവൈലബിലിറ്റി ഷുഡ് ബി ഇൻ ഹൈലി പ്യുവർ സ്റ്റേറ്റ്. ഇറ്റ് മസ്റ്റ് ബി സ്റ്റേബിൾ ഇൻ എയർ. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഹൈഗ്രോസ്കോപ്പിക് ഓർ ഡെലിക്വിസെൻറ്റ്. എയറിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന സബ്സ്റ്റൻസസ് ആയിരിക്കണം പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. മോയ്സ്ചർ അബ്സോർബ് ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ വെള്ളം പോലെ ആവുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കളറൊക്കെ മാറുന്നതോ അങ്ങനെയുള്ള സബ്സ്റ്റൻസസിനെയൊന്നും പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഓൺ സ്റ്റാൻഡിങ് ദർ ഷുഡ് നോട്ട് ബി എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് കോമ്പോസിഷൻ. കുറച്ച് നാൾ സ്റ്റോർ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിലെ കോമ്പോസിഷനിൽ ചേഞ്ച് വരാൻ പാടില്ല. ആൻഡ് ഫൈനലി ഇറ്റ് ഷുഡ് ഹാവ് ഹൈ റിലേറ്റീവ് മോളിക്കുലർ മാസ് സോ ദാറ്റ് ദ വെയിങ് എറേഴ്സ് മേ ബി മിനിമൈസ്ഡ്. ഹൈ റിലേറ്റീവ് മോളിക്കുലർ മാസ് ഓർ ഹൈ ഈക്വലന്റ് വെയിറ്റ് ഉള്ള സബ്സ്റ്റൻസസ് ആണ് യൂഷ്വലി പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുക. കാരണം അങ്ങനെയുള്ള സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുമ്പോൾ വെയിങ് എറേഴ്സ് എന്ന് പറയുന്നത് വളരെ മിനിമം ആയിരിക്കും. അപ്പോൾ ഇത്തരം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദീസ് ആർ സം എക്സാമ്പിൾസ് ഫോർ പ്രൈമറി സ്റ്റാൻഡേർഡ്സ്.
potassium dichromate, bright orange colored ആയിട്ടുള്ള potassium dichromate crystals, K2Cr2O7. Then more salt, ferrous ammonium sulfate, copper sulfate, anhydrous sodium carbonate, crystalline oxalic acid. So these substances meet the requirements of a primary standard, and hence these are all used as primary standards in volumetric analysis. Now let's see some examples for secondary standards. Secondary standardകളിൽ നിന്നും direct ആയിട്ട് ഒരു standard solution prepare ചെയ്യാൻ നമുക്ക് പറ്റില്ല, because they do not meet the requirements of a primary standard. ഇപ്പോൾ ചില എക്സാമ്പിൾസ് ആണ് sodium hydroxide, acids like hydrochloric acid, nitric acid, sulfuric acid, അതുപോലെ potassium permanganate. All these are secondary standards. ഒരു സെക്കൻഡറി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ that is determined by titrating against a primary standard solution. ഈ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയാം. Such secondary standard solutions can further be used to estimate other solutions. ടൈട്രേഷൻസിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു എലമെൻ്റാണ് ഇൻഡിക്കേറ്റേഴ്സ്. രണ്ട് സൊല്യൂഷൻസ് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിയാക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് സിഗ്നൽ തരുന്ന സബ്സ്റ്റൻസസിനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. കെമിക്കൽ സബ്സ്റ്റൻസസ് that indicate the completion of a reaction during titration by producing a color change are called indicators. Reaction complete ആവുന്ന പോയിന്റിൽ indicator will show a color change. There are three types of indicators. First one is internal indicators. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് internal indicators. Indicators which are added into the conical flask containing solution are called internal indicators. ടൈട്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ എടുക്കുന്നത് കോണിക്കൽ ഫ്ലാസ്കിലാണ്. ആ സൊല്യൂഷനിലേക്ക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആൻ ഇന്റേണൽ ഇൻഡിക്കേറ്റർ. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച്, മീഥൈൽ റെഡ്, ഇതെല്ലാം ഇന്റേണൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് ഇസ് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ. Indicators which are used outside the conical flask, for example in a white tile, are called external indicators. കോണിക്കൽ ഫ്ലാസ്കിലുള്ള സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നതിന് പകരം വേറെ പുറത്ത് ഒരു വൈറ്റ് ടൈലിൽ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് റിയാക്ഷൻ കംപ്ലീറ്റ് ആയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യും. അതിനെയാണ് എക്സ്റ്റേണൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ is potassium ferricyanide. Now the last category is self-indicators. We know that in titrations two solutions are used. When one of the solutions itself acts as an indicator, then it is known as self-indicator. Example potassium permanganate. ഒരു സൊല്യൂഷൻ പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെ കൂടെയാണ് ടൈട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ വേറൊരു ഇൻഡിക്കേറ്റർ അതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്ന പോയിന്റിൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെ തന്നെ കളർ ആ സൊല്യൂഷനിൽ നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് itself acts as an indicator. അതിനെയാണ് സെൽഫ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ടൈട്രേഷൻസിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയി കേൾക്കുന്ന ഒരു ടേമാണ് എൻഡ് പോയിന്റ് ആൻഡ് ഇക്വിവലൻസ് പോയിന്റ്. When we mix two solutions during a titration, there will be a point at which the reaction is complete. That theoretical point is called equivalence point. That is, the point at which the reaction is complete theoretically is called an equivalence point. Or we can also say that the stage at which the reacting solutions are used up in their exact stoichiometric proportions is called an equivalence point. അതൊരു തിയറട്ടിക്കൽ വാല്യൂ ആണ്. ഈ തിയറട്ടിക്കൽ വാല്യൂവിനെ എക്സ്പെരിമെൻ്റലി 100% അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇൻഡിക്കേറ്റർ വെച്ച് നമ്മളൊരു റിയാക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ദാറ്റ് പോയിന്റ് ഇസ് കോൾഡ് എൻഡ് പോയിന്റ്. The point of completion of reaction
determined using an indicator is called the endpoint. So theoretical ആയിട്ടുള്ള വാല്യൂ ആണ് ഇക്വലൻസ് പോയിന്റ് എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റലി ആ പോയിന്റിനെ, അതായത് റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്ന പോയിന്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്റർ ഏത് പോയിന്റിലാണോ കളർ ചേഞ്ച് കാണിക്കുന്നത്, that is called the endpoint. So endpoint refers to the point at which the indicator changes color in the titration, or the point of completion of reaction determined using an indicator is called the endpoint. But titration the main aim എന്ന് പറയുന്നത് end point ഉം equivalence point ഉം തമ്മിലുള്ള ഡിഫറൻസ് ഏറ്റവും മിനിമം ആക്കുക എന്നുള്ളതാണ്. The difference between the end point and the equivalence point should be as small as possible in a titration. So in this class, I gave an introduction to volumetric analysis. We have discussed titrations or volumetric analysis, volumetric apparatus. About standard solutions, primary and secondary standards, we saw some examples. Then about indicators and the difference between endpoint and equivalence point.